നമ്മുടെ ഉത്സവം ഫെബ്രുവരി 23 ആരംഭിക്കുന്ന കാപ്പുകെട്ട് ചടങ്ങിനെ കുറിച്ച് പറഞ്ഞു. ഫെബ്രുവരി 25 കുത്തിയോട്ട ചടങ്ങ് ആരംഭിക്കുന്നത്. അതായത് ഞങ്ങൾക്കിപ്പോ 581 കുത്തിയോട്ട ബാലന്മാരെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അവരുടെ എല്ലാ പല വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ 2 വർഷത്തിനുള്ളില് പാരന്റ്സിന്റെ മീറ്റിംഗ് ഉത്സവം തുടങ്ങുന്നതിന് മുമ്പെയാണ് ഞങ്ങൾ പാരന്റ്സുമായിട്ട് സംസാരിക്കുന്നത്. കാരണം എന്തെന്ന് വെച്ചാല് ഈ കുട്ടിയോട്ടം നിൽക്കുമ്പോൾ അവർക്ക് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച്, കാരണം ഇതൊരു ചടങ്ങാണ്, നമുക്ക് ആ ചടങ്ങനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ആ ചടങ്ങിനെ കുറിച്ചും അവരുടെ ഭക്ഷണ ക്രമീകരണങ്ങളെ കുറിച്ചും ഒക്കെ വിശദമായിട്ട് പാരന്റ്സിന് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ അതവർക്ക് മനസ്സിലാക്കാനും കുട്ടികളുടെ ഇപ്പൊ ഞങ്ങള് ഈ പ്രാവശ്യം ചെയ്തത് 15-ാം തീയതിയാണ്. 25-ാം തീയതിയാണ് കുട്ടികൾ ക്ഷേത്രത്തിൽ വരുന്നത്. അപ്പൊ ഒരു 10 ദിവസം അവർക്ക് കുട്ടികൾക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ ഒരു അവബോധം സൃഷ്ടിക്കാൻ സാധിക്കും. കുട്ടികൾക്കും അതിനെക്കുറിച്ച് ഒരു അറിവുണ്ടാവും. ഈ മീറ്റിങ്ങിൽ കുട്ടികളും വരാറുണ്ട്. അവര് വളരെ ഇതൊക്കെ കേട്ട് ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഓരോ വർഷവും ഈ പറഞ്ഞതുപോലെ ഓരോ ചടങ്ങും അല്ലെങ്കിൽ ഓരോ രീതികളും ഒക്കെ വളരെ നല്ല രീതിയിൽ അച്ചടക്കത്തോടുകൂടി ചെയ്യുന്നതിന് വേണ്ടി ട്രസ്റ്റ് വളരെ അധികം പ്രയത്നിക്കുന്നുണ്ട്. കുത്തിയോട്ടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫെബ്രുവരി 25 രാവിലെ 8:45 ചടങ്ങ് ആരംഭിക്കുന്നത്. കുത്തിയോട്ട വ്രതം ആരംഭിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ കുട്ടികൾ വന്ന് അവിടെ ക്ഷേത്രകുളത്തിൽ കുളിച്ച് കുറ്റത്തോർത്തെടുത്ത് 7 നാണയങ്ങൾ കയ്യിൽ വെച്ച് അത് മേൽശാന്തിയെ നിന്ന് പ്രസാദവും വാങ്ങി നാണയം പള്ളിപ്പലകയിൽ വെച്ച് അത് അങ്ങനെയാണ് വ്രതം ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞാൽ കുട്ടികൾ ഞങ്ങളുടെ അമ്മയുടെ കൂടെ താമസിക്കുന്ന കുത്തിയോട്ട ബാലന്മാരാണ്. 7 ദിവസം ക്ഷേത്രത്തിൽ താമസിച്ച് ക്ഷേത്രത്തിലെ ചടങ്ങുകൾ പങ്കെടുത്ത് ഭക്ഷണ ക്രമീകരണങ്ങളോടുകൂടി 1008 നമസ്കാരങ്ങൾ പൂർത്തിയാക്കി കുട്ടികൾ 9-ാം ഉത്സവ ദിവസം, അതായത് പൊങ്കാല ദിവസം ഒരുങ്ങി ബാലന്മാരെല്ലാം വളരെ നല്ല രീതിയിലുള്ള വസ്ത്രധാരണമൊക്കെ നടത്തി ദേവിക്ക് മുമ്പ് അവര് ശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അപ്പോ അത് മാർച്ച് 25 കുത്തിയോട്ടം. ഇതിന് മാർച്ച് 3 പൊങ്കാല, എല്ലാവർക്കും അറിയാവുന്ന പറഞ്ഞു കഴിഞ്ഞു. പൊങ്കാല ദിവസത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാലും അതും പറഞ്ഞു, ചന്ദ്രഗ്രഹണം. അപ്പൊ അത് ഞങ്ങളെ സംബന്ധിച്ച് കുറെ ഞങ്ങളുടെ ഉത്തരവാദിത്വം കൂടുന്ന ഒരു സന്ദർഭമാണ്. അതായത് 3:10 മുതൽ 7 മണി വരെ നട അടച്ചിരിക്കും. അപ്പൊ ദർശനം ഉണ്ടാവില്ല. മാത്രമല്ല താലപ്പൊലി കുട്ടികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ 3:10 വരെ താലപ്പൊലി നമുക്ക് എന്തായാലും അകത്ത് കയറാൻ പറ്റില്ല. കാരണം 3:10 മുമ്പ് ഞങ്ങൾക്ക് നട അടക്കുന്നതിന് മുമ്പ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ചെയ്ത് തീർക്കേണ്ട ചടങ്ങുകളുണ്ട്. അതുകൊണ്ട് 1:30 മുമ്പ് താലപ്പൊലി കുട്ടികൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരണമെന്ന് ഞങ്ങള് എല്ലാ മീഡിയയിലും, പത്രവും ദൃശ്യവും എല്ലാ മീഡിയയിലും കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഇനിയും നിങ്ങളുടെ സഹകരണത്തോടു കൂടി കേരളം ഒട്ടുക്കും അറിയണം. കാരണം കുട്ടികൾ വന്നാൽ വരുന്ന ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലാവും. കാരണം ക്ഷേത്രം അടച്ചിരിക്കും. അവര് വളരെ പ്രതീക്ഷയോടെ ഒരു ചടങ്ങിന് വരുന്നതാണ്. അപ്പൊ അതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ചെയ്തു തരേണ്ട ഒരു ഉപകാരം. അത് എല്ലാവർക്കും എത്തിക്കാന്നുള്ളത് അത് ഹൈലൈറ്റ് ചെയ്ത് തന്നെ പറയണം. അത് കഴിഞ്ഞാൽ പിന്നെ 7 മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ 8:30 ചൂരൽകുത്ത് ചടങ്ങ് തുടങ്ങും. അതിനു മുമ്പേയും ഈ പറഞ്ഞ പോലെ ക്ഷേത്രത്തിൻ്റെതായ ചില ചടങ്ങുകൾ തീർക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനും ആ സമയത്തും എന്തായാലും താലപ്പൊലിയോ മറ്റൊന്നും നടക്കില്ല. അപ്പൊ ഈ ഒരു കാര്യം താലപ്പൊലി കുട്ടികളെയാണ് ഞങ്ങൾ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. കാരണം 1:30 മുമ്പേ 2:15 നിവേദ്യമെങ്കിലും ഈ താലപ്പൊലി 1:30 മുമ്പ് ക്ഷേത്രത്തിലെത്തി ദേവിയെ തൊഴുതു പോകണം എന്നുള്ള ഒരു അഭ്യർത്ഥന ഞങ്ങളുടെ ട്രസ്റ്റിന്റെ ഭാഗത്തുനിന്ന് എല്ലാ ഭക്തജനങ്ങൾക്കും നൽകണം. ഈ മാർച്ച് 3 പൊങ്കാല കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ദൂരദേശത്ത് നിന്ന് പൊങ്കാലയ്ക്ക് വരുന്നവർ പോയി കഴിഞ്ഞാൽ അത് അവരെ സംബന്ധിച്ച് ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് വീണ്ടും വളരെ അധികം ചടങ്ങുകൾ ഉണ്ട്.
കുത്തിയോട്ട ചൂരൽകുത്ത് ചടങ്ങുണ്ട്. അത് ഈ 581 കുട്ടികളും പോയതിനു ശേഷം മാത്രമേ ദേവി എഴുന്നള്ളിയുള്ളൂ. ദേവി എഴുന്നള്ളി ശാസ്താ ക്ഷേത്രത്തിൽ, അതും ശാസ്താ ക്ഷേത്രത്തിൽ അവിടെ ആറാട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ എത്തുന്ന രീതിയിലാണ് സന്ദർഭം വരുന്നത്. ഇപ്പോഴത്തെ ഈ ആനയുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ ഉള്ളതുകൊണ്ട് തിരിച്ച് എത്രയും പെട്ടെന്ന് ക്ഷേത്രത്തിൽ കയറുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഈ ഏരിയയുമായി ബന്ധപ്പെട്ട റെസിഡൻസ് അസോസിയേഷനുകളുമായി ഞങ്ങൾ മീറ്റിംഗുകൾ നടത്തിയിട്ടുണ്ട്. പെട്ടെന്ന് തിരിച്ചു വരുന്നതിനും ഒക്കെ ആയിട്ട് അവരുടെ സഹകരണം വലിയ ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ദേവി തിരിച്ച് 4-ാം തീയതി തിരിച്ചെത്തിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി ദേവിയുടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് പിന്നെ കുട്ടികളുടെ ചൂരൽ ഇളക്കുന്ന ചടങ്ങാണ്. അത് കഴിഞ്ഞ് കുട്ടികൾക്ക് ഭക്ഷണവും കൊടുത്ത് അവര് രാത്രിയില് കാപ്പടിക്കൽ, പിന്നെ കുരുതർപ്പണം. ഇതോടുകൂടി നമ്മൾ ഇത്രയും കാലം ഈ പറഞ്ഞതുപോലെ 5-6 മാസം കൊണ്ടാണ് ട്രസ്റ്റും സർക്കാരും ഒക്കെ ചേർന്ന് ട്രസ്റ്റിന് അതിൻ്റെതായ ഒരുപാട് പ്രവൃത്തികൾ ചെയ്യുന്നത്. അത് വളരെ ഭംഗിയായിട്ട് അവസാനിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നിരന്തരം അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങളുടെ ഏവരുടെയും സഹകരണം കൊണ്ട് ഈ ഞങ്ങൾ ആവശ്യപ്പെടുന്ന, ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും എല്ലാ ഭക്തജനങ്ങളിലും എത്തുന്നതിന് സഹകരിക്കണം. നിങ്ങളുടെ ഇത്രയും കാലം ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സഹകരണത്തിന് ഈ സന്ദർഭം നന്ദി പറയുന്നതിന് ഞാൻ വിനിയോഗിക്കുന്നു.